ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഏട്ടനെന്തോടെ ആസ്ഥാനത്ത് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ജഗ്ഗുവാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഇയാളെ തേടി വന്നാ. കാശി ആൻ്റപ്പനെ ചൂണ്ടി ജഗ്ഗുവിനോട് പറഞ്ഞു. ഭാഗ്യം, രണ്ടാളും രണ്ടുപേരെയാണ് തേടി വന്നത്. ഒരാളെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈഗോ അടിച്ച് അത്തേനെ രണ്ടുപേരും. എന്നാൽ കിളി പോയത് ആൻ്റപ്പനെയാണ്. പിള്ളേരുടെ ആരെങ്കിലും കൊട്ടേഷൻ തിരിഞ്ഞു വന്നാണെന്ന് കരുതി ഇത്രയും നേരം പിള്ളേർക്ക് വേണ്ടി ത്യാഗം പോലെ തള്ളിക്കൊണ്ട് ആൻ്റപ്പൻ ഞെട്ടിത്തെരിച്ചു പോയി. എന്നാൽ ഇത്തിക്കണ്ണി സോമന്റെയും പേരില്ലാത്തവരെ പരമ്പരാഗതമായി മിസ്റ്റർ എക്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാം. എക്സിന്റെയും ശ്വാസം നേരെ വീണു. അതോടെ അവർ അവസരം പാഴാക്കാതെ ആൻ്റപ്പനെ നോക്കി പേടിപ്പിച്ചു. കാര്യം അങ്ങോരാണ് ഗുരിയെങ്കിലും പുള്ളി ജയിലിൽ കിടന്ന് ചപ്പാത്തി വരുത്തി കിട്ടിയ കാശ് കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിലും ഇത്രയും നേരം പുള്ളി ഇങ്ങോട്ട് നോക്കി പേടിപ്പിച്ചതിന് മറുപടിയായിട്ടെങ്കിലും തിരിച്ചു നോക്കണം. പേടിക്കണോ വേണ്ടിയോ എന്ന് ആൻ്റപ്പൻ തീരുമാനിക്കട്ടെ. ഇതേ സമയം തേടി വന്ന വള്ളി രണ്ടാണെന്ന് സന്തോഷത്തിൽ നിൽക്കുന്ന സഹോദരന്മാരോട് അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. ആ വള്ളികളുടെ മറ്റേ അറ്റങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയണ്ടേ? ഓരോരുത്തരായി പറഞ്ഞോളൂ. നീ എന്തിനാ ഇയാളെ തിരക്കിവിടെ വന്ന്? കാശി ജഗ്ഗുവിനോട്. എന്നാൽ കല്ലൂരിന് നേരിട്ടുള്ള ആക്രമണം കാശി അറിഞ്ഞിട്ടില്ലെന്ന് കരുതുന്ന ജഗ്ഗു കാരണം എങ്ങനെ പറയും? കള്ളം പറയാൻ അവരിലെ നിഷ്കളങ്കം സമ്മതിക്കില്ല. തല്ല് കിട്ടിയാലും വേണ്ടില്ല. സത്യം പറയാൻ ജഗ്ഗു തീരുമാനിച്ചു. അന്ന് കല്ലൂരിന് നേരെയുണ്ടായ അറ്റാക്കും തുടർന്ന് ജഗ്ഗു നടത്തിയ നീണ്ട അന്വേഷണ പരമ്പരയും അതിന്റെ അവസാനം സോമനെ തേടി വന്ന് ഇവിടെ കണ്ടെത്തിവരെയുള്ള കാര്യങ്ങൾ അവൻ വിശദീകരിച്ചു. അരമണിക്കൂർ നീണ്ട അവന്റെ കഥാപ്രസംഗം ഗുണ്ടകളെല്ലാം നിലത്തെ ചമ്രം പടിഞ്ഞെന്ന് ശ്രദ്ധിച്ചു കേട്ടു. ഇടയ്ക്ക് മിസ്റ്റർ എക്സ് ആരും കാണാതെ ബാക്കി വന്ന മദ്യം അകത്താക്കി. അങ്ങനെ കാശി കിട്ടാതിരുന്ന തുമ്പും കിട്ടി. ഏട്ടെന്തിനെ ഇളത്തിരിക്കുമെന്ന് അടുത്ത ചോദ്യം. ഇവരുടെ ചോദ്യോത്തരവേള കഴിയുമ്പോഴേക്കും ഗുണ്ടകൾ ബോറടിച്ചിട്ട് അവർ ഇടിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ പൊട്ടന് മനസ്സിലാവുന്നില്ല. പക്ഷെ കാശിക്ക് മനസ്സിലായി. അവന് ബുദ്ധിയുണ്ട്. അതൊക്കെ പിന്നെ പറയാം. ഇവരെ വെറുതെ വിടരുത്. ആ ഒറ്റ ഡയലോഗോടെ ചോദ്യോത്തരവേള അവസാനിച്ചു. ഇനി കൂട്ടത്തല്ലാണ്. കാശി ഓടിച്ചെന്ന് ആൻ്റപ്പനെ ചവിട്ടി എണീപ്പിച്ചു. സാധാരണ ചവിട്ടി താഴെയിലിടാറ്. ഇതെങ്ങനെ എണീപ്പിച്ചതെന്ന് സംശയം വരാം. ആദ്യം കാശി ചവിട്ടിയിരുന്ന ആൻ്റപ്പനെ ചവിട്ടി കിട്ടി ആൻ്റപ്പനെ തിരിച്ചു കൊടുക്കാൻ എഴുന്നേറ്റു. അത്രയേ ഉള്ളൂ, നിസ്സാരം. ജഗ്ഗു തേടിയ വള്ളിക്കെട്ടി രണ്ടെണ്ണം തലങ്ങും വിലങ്ങും കൊടുത്തു. സോമൻ എണീറ്റ് തിരിച്ചു കൊടുക്കാനായി റെഡിയായിട്ട് നിന്നു. വെറുതെ നിന്ന നിധി വെറുതെ ഇരുന്ന മിസ്റ്റർ എക്സിന് ഒറ്റടി അയ്യോ അടിച്ച് കോണം തെറ്റിയിരുന്നുകൊണ്ട് ആ ഒരൊറ്റടിയിൽ തന്നെ മൂപ്പര് ഫ്ലാറ്റായി. ഞാൻ എൻ്റെ കരുത്ത് തെളിയിച്ചു. ആ ഗ്യാപ്പിൽ ബാക്കി രണ്ട് ജോഡികളും പിടിവലി തുടങ്ങി. നിധി ജോഡിയില്ലാതെ കുറച്ചു നേരം വിഷമിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അവന്മാരുടെ ജോഡികളുടെ പുറകിൽ ചെന്ന് നല്ല അന്തസ്സായി അവർ ഇക്കിളിയിടാൻ തുടങ്ങി. സോമനും ആൻ്റപ്പനും വേണ്ടി എം പിറന്തായി മകനെ എന്ന ഗാനം ഞാൻ ആകാശവാണിയിൽ വിളിച്ച് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല പിന്നെ ഗുണ്ടകളായതുകൊണ്ട് ഇക്കിളിയില്ലാണ്ടിരിക്കുക, രണ്ടും നിന്ന് പൊളയുക. സായികെട്ട് സോമൻ ആൻ്റപ്പനെ ഒറ്റി. അണ്ണം പറയണ്ട, ഞാൻ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിട്ട്. കുറ്റസമ്മതം നടത്തിയെങ്കിലും ജഗ്ഗു വിട്ടില്ല. മേലാൽ ആരെയും തട്ടിക്കൊണ്ടുവരുത് കേട്ടോടാ. അവന്റെ വലത് കൈ പിടിച്ച് ഓടിച്ചിട്ടാണ് ജഗ്ഗു ചോദിച്ച്. ആ വീട്ടിൽ അയാളുടെ അലർച്ച മുഴങ്ങി കേട്ടു. ആൻ്റപ്പന് കുറച്ചധികം കൊടുക്കാനുണ്ട്. എല്ലാത്തിനും കാരണം അയാളാണല്ലോ. കല്ലൂന് ആദ്യം തൊട്ടതിനും രണ്ടാമത് വണ്ടി ഇടിപ്പിച്ച് പരിക്കേൽപ്പിച്ചതിനും മൂന്നാമത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനും ഇതിന്റെ പിറകെ കാശിയും ജഗ്ഗുവും സായും അന്വേഷിച്ച് നടന്നതിനും നിധിയും വർഷയും വന്നതിനും സായിയോട് മീനു പിണങ്ങിയതിനും കാശി കുറച്ച് നാളായി കല്ലൂന് മെസ്സേജ് അയക്കാൻ പറ്റാത്തതിനൊക്കെ ഇന്ന് ആൻ്റപ്പൻ ശരിക്കും അനുഭവിക്കും. മൂന്നുപേരും നിരന്ന് തലങ്ങും വിലങ്ങും ദേഷ്യം തീരുന്നവരെ തല്ലി. ഇതിപ്പം ഞാനാണോ ഇവന്മാരാണോ ഗുണ്ടകൾ എന്നിവരെ ആൻ്റപ്പനും സംശയമായി. ആ സംശയം നിങ്ങൾക്ക് കാണുന്ന എനിക്കറിയാം. അതിന്റെ ഉത്തരം ഇതെന്റെ കഥയാണ്. ഇവിടുത്തെ ഗുണ്ടകളുടെ അവസ്ഥ ഇതൊക്കെയാണ്. ഇനി ആൻ്റപ്പനെ തള്ളി ഇഞ്ച പരുവാക്കിയ ശേഷം മാസ് ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നവരിലേക്ക് പോവാം. ഇനി എന്റെ പെണ്ണിന് നേരെ നിന്റെ ഒരു നോട്ടെങ്കിലും ഉയർന്നു എന്ന് ഞാൻ അറിഞ്ഞാ ഇപ്പൊ ബാക്കി വെച്ചിരിക്കുന്ന ഈ ജീവൻ കൂടി ഞാനങ്ങ് എടുക്കും. അപ്പൊ പോട്ടെ ആൻ്റപ്പ കൈയെടുക്കാം. അടുത്ത ഡയലോഗ് പറയാൻ വന്ന ജഗ്ഗു ഇത് കേട്ട് മതിമറന്ന് നിന്നുപോയി. നിധിക്ക് പിന്നെ ഡയലോഗൊന്നുമില്ല. അവന് തല്ലാനല്ലേ അറിയൂ, ഡയലോഗ് അടിക്കറിയില്ലല്ലോ പാവം. അടുത്തൊരു സ്ലോ മോഷനോട് കൂടി ഗുണ്ട സീന് വിടാം. പുറത്തിറങ്ങിയ ജഗ്ഗുവും കാശി രണ്ടു വഴിക്ക് പിരിഞ്ഞു. ജഗ്ഗു വീട്ടിലേക്കും കാശി നിധിയെ കൂടി ഫ്ലാറ്റിലേക്കും. അവിടെയാണ് അവന്റെ ലഗേജൊക്കെ. അവിടെ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി അതെടുത്ത് വേണം വീട്ടിൽ പോവാൻ. കോളേജ് വിട്ട് വന്ന കല്ലു ഫോണിൽ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. കാശിയുടെ മെസ്സേജ് വരാത്തന്നെയാണ് കാരണം. സായി വിളിക്കുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മീനു ഭ്രാന്ത് പിടിച്ച് നടന്നപ്പോൾ അതൊക്കെ തമാശയായിട്ട് തോന്നി. പക്ഷെ ഇപ്പൊ മനസ്സിലായി അതൊന്നും വെറുതെ ആയിരുന്നില്ലെന്ന്. അവൾക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഭ്രാന്ത് കൂടി നല്ല ദേഷ്യം വന്നപ്പോൾ അവൾ നേരെ അടുക്കളയിലേക്ക് വിട്ടു. എന്തേലും തിന്നണം. വന്നപ്പോൾ ഒരു ചായ ഒരു വടയും ഒരു അടയും കഴിച്ചതാ. ആലോചിച്ച് അതൊക്കെ ദഹിച്ചു. ശക്തിമാൻ കുളിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വന്ന കല്ലുവിന് മുമ്പിൽ അത് ആ പെട്ടിയും തൂക്കി കാശി. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. അവൾക്കല്ല അവന്. അവൾക്കിപ്പോൾ അവനോട് ദേഷ്യമാണല്ലോ. അവിടെ അമ്മയച്ഛൻ അവനെ പൊതിഞ്ഞു പിടിച്ച് വിശേഷം ചോദിച്ചറിയുവാണ്. കാശി അതിനൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിലും കണ്ണ് കല്ലുവിന്റെ മേലെയാണ്. എന്നാൽ ആ നോട്ടത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് കല്ലു വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. കാശി പ്ലെയിൻ. കാശിമ ക്ഷീണിച്ചു പോയതുകൊണ്ട് അവന് വയറുനിറയെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്ന ദേവിയാണ് ബസന്തിയെ. കല്ലുവിനെ കാണുന്നത്.
ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ എടുത്ത് നിന്ന് അവൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ തുടർന്നാൽ ക്ഷീണിച്ചു വന്ന എൻ്റെ മോൻ മാത്രമല്ല, അച്ഛനും അമ്മയും അനിയനൊക്കെ പട്ടിണിയാവൻ ദീർഘവീക്ഷണം നടത്തിയ ദേവി കിട്ടിയ കഞ്ഞിക്കലവും കറിപ്പാത്രമൊക്കെ പെറുക്കി കൂട്ടി ഡൈനിങ് ടേബിളിലേക്ക് ഓടി. കല്ലു പാത്രമെല്ലാം കാലിയാക്കി കഴുകി വെച്ച് ഏമ്പക്കം ഇട്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. മോളൊന്നും കഴിക്കുന്നില്ലേ? ആശാരിയല്ല, ഡൈനിങ് ടേബിളിൽ ഇരുന്ന അച്ഛനാണ്. അച്ഛനും കാശിയും ദേവിയും ജഗ്ഗോളം ആകാംക്ഷപൂർവ്വം നോക്കുന്നുണ്ട്. ഈ ചോദ്യത്തിനാണ് ഇത്രയ്ക്ക് ആകാംക്ഷയെന്ന് തോന്നുന്നു. എന്നാലല്ല. 2 മാസത്തെ വിദൂരവാസം കഴിഞ്ഞു വന്ന ഭർത്താവിനെ കാണുമ്പോഴുള്ള ഞെട്ടൽ, സന്തോഷം, പരിഭവം ഇത്യാദി ഭാവങ്ങൾ എന്തെങ്കിലും ആ മുഖത്ത് വിരിയുന്നുണ്ടോ എന്ന് കാണാനാണ് ഇത്രയും ആകാംക്ഷ. എന്നാൽ കല്ലുവിൻ്റെ മുഖത്ത് മേൽപ്പറഞ്ഞ ഭാവങ്ങളൊന്നും അരിച്ചു പെറുക്കി നോക്കിയിട്ട് അവർക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ വേറൊന്ന് രണ്ടെണ്ണം കണ്ടു. 1 ദേഷ്യം, 2 പുച്ഛം. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അവൾക്കേ അറിയൂ. എനിക്ക് വിശക്കണില്ല അച്ഛാ. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്നുകൂടെ നോക്കി കല്ലു പടികൾ ഓരോന്നായി കയറി മുകളിലേക്ക് പോയി. അല്ലെങ്കിലും വയറ് നിറച്ച് കഴിച്ചാൽ പിന്നെ എങ്ങനെ വിശക്കാനാണ്? വന്ന വിശപ്പിനും വരാത്ത വിശപ്പിനും വന്ന ആളോടുള്ള ദേഷ്യത്തിനും കണ്ണിൽ കണ്ടതൊക്കെ പെറുക്കി തിന്ന് കഴുത്തൊപ്പം നിറഞ്ഞു. ഇനി ഇരവിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ നീണ്ടു നിവർന്ന് കിടന്നൊന്ന് ഉറങ്ങണം. അത്രയേ വേണ്ടു, അല്ല അത്രയേ പറ്റൂ. അല്ലാതെ സർപ്രൈസ് ആയിട്ട് വന്ന കെട്ടിയവനും സർപ്രൈസ് ഫൈറ്റ് കൊടുക്കാനുള്ള ആവതൊന്നും ഇപ്പോഴില്ല. ഒക്കെ രാവിലെ എണീറ്റ് വേണം കൊടുക്കാൻ. കാശി വളരെ സൂക്ഷിച്ചാണ് മുറിയിലേക്ക് കാലെടുത്ത് വെച്ച്. വെട്ടുകത്തിയുമായി മുറിയുടെ വാതിൽക്കൽ തന്നെ കാത്തിരിക്കുന്ന ഭാര്യയാണ് അവൻ പ്രതീക്ഷിച്ചതെങ്കിലും കണ്ടത് വെട്ടുപോത്തുപോലെ കിടന്നുറങ്ങുന്ന ഭാര്യയാണ്. കാശി ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ച് ചുറ്റും നോക്കി. വേറെന്തെങ്കിലും പണി മുറിയിൽ വെച്ചിട്ടാണോ കിടന്നുറങ്ങുന്നതെന്നറിയാൻ അവൻ്റെ ഭാഗ്യത്തിന് ഒന്നുമില്ലായിരുന്നു. കാശി സമാധാനത്തോടെ ബാഗൊക്കെ ഒതുക്കി വെച്ച് ഫ്രഷായി വന്ന് കിടന്നു. ദേഹത്ത് എവിടേക്കോ ചെറിയ തോതിൽ വേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിറ്റേന്ന് ഉച്ചവരെ കിടന്നുറങ്ങി ക്ഷീണം തീർത്തു. നട്ടുച്ചൊക്കെ വരുമ്പോൾ കല്ലു മുന്നിലുണ്ട്. അവിടെ ഇരുന്ന് എന്തോ വായിച്ച് പഠിക്കുകയാണ്. കാശി കണ്ണു ചിമ്മി തുറക്കുന്ന കണ്ടതും കല്ലു ബുക്കെല്ലാം വാരിയെടുത്ത് ഇറങ്ങി ഒരൊറ്റ പോക്ക്. ഉറക്കം തെളിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവൾ പോയ പോക്കിൽ അവനെ നോക്കി പുച്ഛിച്ചവൻ വ്യക്തമായി കണ്ടു. പാവം കാശി. ഇന്നലെ ഗുണ്ടകളുടെ തല്ല്, ഇന്നിൽ അവളുടെ പുച്ഛം. ഇനി എന്തൊക്കെ കാണണോ എന്തോ. പിന്നെയും തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് ഒന്നുകൂടെ ഇറങ്ങിയ കാശി പിന്നീട് ഉണ്ടെന്ന് താഴെ ചെല്ലുമ്പോൾ കല്ലുവും ജഗ്ഗും കൂടി ഉച്ചയൂണും കഴിഞ്ഞ് ഹാളിൽ നിന്ന് കത്തിയടിക്കുകയായിരുന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്ന കാശിയെ കണ്ട് കല്ലുവിൻ്റെ മുഖം മാറുന്നതും ചിരിമാറി ദേഷ്യം നിറയുന്നതും കാശി കണ്ടു. പിന്നെ ഒന്നും മിണ്ടാതെ കല്ലു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ഈ മാറ്റം ജഗ്ഗുവും ശ്രദ്ധിച്ചു. വഴക്കാണോ? ജഗ്ഗു കാശിയോട് ചോദിച്ചു. കുറച്ചു നാളും മിണ്ടാതിരുന്നതിൻ്റെ ഒരു പിണക്കം, അത്രയേ ഉള്ളൂ. കാശി മറുപടി എടുത്തുകൊണ്ട് കണ്ണി ചിമ്മി ചിരിച്ചു. ജഗ്ഗുവിനും ആശ്വാസമായി. കല്ലു പുറത്തുകൂടെ നടന്ന മരത്താണിലെ നനഞ്ഞ മണിയിൽ സുഖിച്ച് കിടന്നുറങ്ങുന്ന 2 മണ്ണിരകളെ കോലുകൊണ്ട് തോണ്ടിയെടുത്ത് വെയിലത്ത് കൊണ്ടിട്ട് ദേഷ്യം തീർത്തു. മണ്ണിരകൾ ഉണക്കമണ്ണിൽ കിടന്ന് അവളെ പച്ചത്തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അവരുടെ ഭാഷ അറിയാത്തതിനൊന്നും മനസ്സിലായില്ല. ഈ ഭാഷ എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണല്ലേ. ഇത്തിരി നേരം കഴിഞ്ഞ് കല്ലുണീറ്റ് തിരികെ മുറിയിലേക്ക് പോയി. മുറിയിൽ നിന്ന് കല്ലു കഥ കുറ്റിയിടുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. വാതിൽ ചാരിയുന്ന കാശി അവൾക്കടുത്തേക്ക് ചൂടുകൾ വെച്ചു. വരവേണ്ട പീഡിപ്പിക്കാൻ വരുവാണെന്ന് തോന്നുന്നു. എന്നാലല്ല, മാപ്പ് പറയാൻ വരുവാ. കല്ലു അവനെ തന്നെ നോക്കി അനങ്ങാതെ നിന്നു. അമ്മ പറഞ്ഞ് ശരിയാണ്, കുറച്ച് ദിവസം കൊണ്ട് അവൻ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. താടിമുടിയൊക്കെ വളർന്നു. ബാംഗ്ലൂരിൽ ബാർബർ ഷാപ്പൊന്നും ഇല്ലായിരുന്നോ? കല്ലു. അവള് തൊട്ടടുത്തുനിന്ന് കാശി വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വരുന്നത്. പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി വെറുതെ മേശപ്പുറത്തുനിന്ന് ഫ്ലവർ വൈസിനെ നോക്കി പേടിപ്പിച്ചു. ഇങ്ങോട്ട് വരാൻ വേണ്ടി ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. സോറി, ഐ എം എക്സ്ട്രീംലി സോറി. ക്ഷമാപണം കഴിഞ്ഞ സ്ഥിതിക്ക് മറുപടി പ്രഭാഷണമുള്ള അടുത്ത ചടങ്ങ്. പക്ഷെ ചടങ്ങ് നടത്തേണ്ട ആൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അവളുടെ നിൽപ്പും മട്ടും ഭാവമൊക്കെ കണ്ട് ചെറിയ പേടിയോടെ കാശി വിളിച്ചു. കല്ലു. കത്തുന്നൊരു നോട്ടമായിരുന്നു മറുപടി. നിങ്ങളെന്താ നാട്ടിലെത്തിയേ? കല്ലു കൈകെട്ടിന്ന് കാശിയുടെ കണ്ണിൽ നോക്കി ചോദിച്ചു. ഇന്നലെ. കാശി പതർച്ചയോടെ കല്ലുവിനെ നോക്കാതെ പറഞ്ഞിട്ട് അവളെ നോക്കി, റിയാക്ഷൻ അറിയാൻ. അപ്പം 3 ദിവസം മുന്നേ കോളേജിന് മുമ്പിൽ വെച്ച് ഞാൻ കണ്ട നിങ്ങളല്ലായിരിക്കും അല്ലേ? ഇവളതെങ്ങനെ കണ്ടു എന്നാണ് കാശി അപ്പോൾ ആലോചിച്ച്. അത് അവൾക്ക് മനസ്സിലായി. ഞാനെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. എന്നെ പറ്റിക്കാനും നോക്കണ്ട. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ഇപ്പോഴെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞ് കേട്ടി എനിക്ക് തെറ്റി. ഐ വാസ് മിസ്റ്റേക്കൺ. ഞാൻ നിങ്ങൾക്ക് ആരെല്ലാമാണെന്ന് ഞാൻ വിചാരിച്ചു. അതിനാ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എനിക്ക് മനസ്സിലായി. കുറച്ച് നാൾ കൊണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. ഇനി അതുണ്ടാവില്ല. അവിടെ ഫുൾ സ്റ്റോപ്പിട്ട് നിർത്തിയിട്ട് കല്ലു വെട്ടിത്തിരിഞ്ഞൊരു പോക്ക്. എങ്ങോട്ട് പോയെന്ന് അന്വേഷിക്കാനൊന്നും കാശിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും അവൻ്റെ മനസ്സ് അവൾ പറഞ്ഞ വാക്കിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അവൻ മുമ്പേ നാട്ടിലെത്തിയ കാര്യം അവൾ അറിയിക്കാത്തതിൽ അവൾക്ക് വിഷമം തോന്നിയതും അവൾ തെറ്റിദ്ധരിച്ച് അവൻ വിഷമിപ്പിച്ചു. വെയിറ്റ്, അവളെന്താ അവസാനം പറഞ്ഞു? എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നുവെന്നോ? കാശിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അവൻ കുറച്ചു നേരം സ്തബ്ധനായി നിന്നു. കാര്യം കത്തി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും കല്ലൂനെ തപ്പാം. കല്ലു മുറിയിൽ നിന്നിറങ്ങി വീണ്ടും മുറ്റത്തിറങ്ങി ഗാർഡനിൽ പോയിരുന്നു. കാര്യം പുറമെ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു പരിഭവം മാത്രമാണ്. ഉള്ളുകൊണ്ട് ഒരിക്കലും അവനെ വെറുക്കാനോ അവനോട് ദേഷ്യപ്പെടാനോ കഴിയില്ല. ഇത്ര നാൾ അകന്നു കഴിഞ്ഞെങ്കിലും തൊട്ടടുത്തുണ്ടെന്ന പോലെ തോന്നാൻ ദിവസത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ആ മെസ്സേജ് മതിയായിരുന്നു.
ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമായിരുന്നു അതെങ്കിലും അതിലൊളിപ്പിച്ച ഒരു 100,000 കഥകളുണ്ടായിരുന്നു. അവർക്ക് മാത്രം കണ്ടെത്താൻ കഴിയുന്നവ, ഹൃദയം കൊണ്ട് വായിച്ചെടുക്കാൻ കഴിയുന്നവ, കണ്ണിലൊരു നനവോ ചുണ്ടിലൊരു പുഞ്ചിരിയോ സമ്മാനിച്ച് മാത്രം കടന്നു പോകുന്നവ, അവർക്ക് ചുറ്റും അവരുടേതായ ഒരു ലോകം തീർക്കാൻ കേൾപ്പുള്ളവ, അവൾക്ക് അവനും അവൾ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് വിളിച്ചോതുന്ന കഥകൾ. അവ പെട്ടെന്ന് നിലച്ചപ്പോൾ ഉള്ളിൽ കടന്നുകൂടിയത് ഭീതിയായിരുന്നു. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കിൽ നിന്ന് അവൻ സുരക്ഷിതനാണെന്ന് അറിഞ്ഞപ്പോൾ പരിഭവമാണ് തോന്നിയത്. തന്നോട് മാത്രം അകൽച്ച കാണിച്ചെന്ന്, തനിക്ക് അവകാശപ്പെട്ട സ്നേഹം മാത്രം നിഷേധിച്ചെന്ന്. ജോലി തിരക്കിൽപ്പെട്ട് നേരം കിട്ടായിട്ടാണെന്ന് ഓർത്ത് സമാധാനിച്ചിരിക്കവേ ഒരു ദിവസം അവരെ നേരിൽ കണ്ടു. കോളേജ് വിട്ട് വരുന്ന വഴി പതിവിലും വൈകി ഒരു ദിവസം കണ്ടു സായിയുടെ കാറിൽ പോകുന്ന കാശിയെ. അപ്പോൾ മുതലാണ് ദേഷ്യം തോന്നി തുടങ്ങിയത്. എന്തിനാണെന്ന് ചോദിച്ചാൽ വ്യക്തമായൊരു ഉത്തരമില്ല. അടുത്തുണ്ടായിരുന്നിട്ടും അകലെയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാവാം. അരികെ എത്തിയിട്ടും തന്നിലേക്കുള്ള ദൂരം നിലനിർത്തിയതിനാലാവാം. അതോ അങ്ങോട്ട് തോന്നിയ പോലെ ഒരു ഇഷ്ടം അവനെ തിരികില്ലെന്നറിഞ്ഞതിൻ്റെ സങ്കടമാണോ? എന്തുകൊണ്ടോ ഹൃദയത്തിന്റെ കനമേറി വന്നു. ഏറെ നേരം അവൾ ആ ഇരിപ്പ് തുറന്നു. ആ നേരം അത്രയും മുകളിലെ ബാൽക്കണിയിൽ നിന്ന് അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് അവനും അടുത്തുനിന്ന് ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവളുടെ പ്രതികരണം പേടിച്ചാനോ അവിടെ തന്നെ ഇരുന്നു. അവളുടെ കണ്ണുകളിൽ ദുഃഖം തളം കെട്ടി നിന്നിരുന്നെങ്കിലും അവന്റെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അവനിൽ നിന്ന് താൻ ഒരുപാട് അകലെയാണെന്ന ചിന്തയാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഹൃദയത്തിലാണ് തന്റെ സ്ഥാനമെന്നാണ് അവനിൽ സന്തോഷം നിറച്ചത്. എങ്കിലും അവൾ അവസാനം പറഞ്ഞ വാക്ക് അവനങ്ങനെ തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ പറഞ്ഞ അവളെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കുമെന്ന് അവൻ തീരുമാനിച്ചു. അപ്പോഴും നേരത്തെ നാട്ടിൽ വന്ന അവൾക്ക് വേണ്ടിയാണെന്നും വന്നുടനെ കോളേജിൽ നിന്നിറങ്ങുന്ന വഴിയിൽ ഓടിയെത്തിയത് അവളെ കാണാനാണെന്നും അവളെ അറിയിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. വൈകുന്നേരം ചായ കുടിക്കാൻ നേരം ദേവി ചെന്ന് വിളിച്ചപ്പോഴാണ് കല്ലുവിന് അകത്തേക്ക് വരുന്നത്. ഉള്ളിലേക്ക് വന്ന് കല്ലു അങ്ങോട്ട് പോയ കല്ലു ആയിരുന്നില്ല. പതിവ് പോലെ കളിയും ചിരിയുമായി അവൾ ആ വീട്ടിൽ പാറിപ്പറന്ന് നടന്നു. ഒരു വ്യത്യാസം മാത്രം, കാശി എന്നൊരാൾ ആ വീട്ടിലുണ്ടെന്നുള്ള ഭാവമേ ഇല്ല. കാശി അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒക്കെ വെറുതെയായി. അവളൊന്ന് നിന്നുകൊടുത്താലേ അവന് ഇംപ്രസ് ചെയ്യാൻ പറ്റൂ. ഇതവന്റെ തലവെട്ടം കാണുമ്പോഴേ ഓടിക്കളയും. ജഗ്ഗുവിനൊഴികെ വേറെ ആർക്കും ഈ ഒളിച്ചുകളി മനസ്സിലായില്ല. എന്നാൽ ജഗ്ഗുവിന് നന്നായിട്ട് തന്നെ മനസ്സിലായി. അവൻ കാശിയോട് വിശദമായി തന്നെ ചോദിച്ച് വിശദമായി തന്നെ പറയിപ്പിച്ചു. പറഞ്ഞ കൂട്ടത്തിൽ കുത്തിന് പിടിച്ചിട്ടാണെങ്കിൽ അവന്റെ വായിൽ നിന്ന് ആൻ്റപ്പനെ തപ്പിപ്പോയ കാര്യങ്ങളൊന്നും പുറത്തു വരില്ലെന്ന് കാശി ജഗ്ഗുവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ വഴി അവൻ സമർത്ഥമായി അടച്ചു. നേരെ രാത്രിയോടടുത്തു. കല്ലു കഷ്ടപ്പെട്ടൊരു പ്ലാൻ വരയ്ക്കുകയാണ്. എത്ര വരച്ചിട്ട് അങ്ങോട്ട് ശരിയാവില്ലെന്ന് അവൾ ഭ്രാന്തി പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം. 1 മണിക്കൂർ കൂടി ഇങ്ങനെ തുടർന്നു. അവസാനം ആ പേപ്പറും വലിച്ചു കയറി കളഞ്ഞു. അവൾക്കൊന്ന് ഉറക്കെ നിലവിളിക്കാൻ തോന്നുന്നുണ്ട്. സാധാരണ ഇങ്ങനെ കൊനിഷ്ടി പിടിച്ച പ്ലാനുകൾ അവൾ കുറച്ചു നേരം എടുത്താണെങ്കിൽ ശരിയാക്കി എടുക്കുന്നതാണ്. എന്നാൽ സാധാരണ എടുക്കുന്നതിൻ്റെ ഇരട്ടി നേരം എടുത്തിട്ട് അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യുന്നോർത്ത് അവൾ കുറച്ചു നേരം ഇരുന്നു. ആരോട് ചോദിക്കും? ബാലേട്ടനോട് പറഞ്ഞാൽ തന്നെത്താൻ വരച്ചു പിടിക്കാൻ പറയും. പെട്ടെന്ന് അവളുടെ തലയിൽ കുഞ്ഞ് ബൾബ് എത്തി. ജഗ്ഗുവിനോട് പറഞ്ഞ് അവനെ കൊണ്ട് വരപ്പിക്കാം. കല്ലുവെല്ലാം വാരിപ്പെറുക്കിയെടുത്ത് ജഗ്ഗുവിന്റെ മുറിയിലേക്ക് ഓടി. പടപേടിച്ച് പന്തളത്തേക്ക് ഓടുന്ന പോലെ വരുന്ന കല്ലുവിനെ കണ്ട് ജഗ്ഗു ഒന്ന് പേടിച്ച് അവൾക്ക് പുറകിലേക്ക് നോക്കി. ആരെങ്കിലും തല്ലിയൊടിച്ചതാണോ എന്നറിയാൻ. അവന്റെ നോട്ടം കണ്ട് കല്ലു തന്റെ പുറകിലേക്ക് നോക്കി. ഇല്ല, ആരുമില്ല. എന്താടാ? അല്ല, നീ എങ്ങോട്ട് ഈ അലച്ചെല്ലി ഓടുന്നു? അതോ? അതെ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. കല്ലു വിനയക്കുനിയാനിതയായി പറഞ്ഞു. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ജഗ്ഗുവിന്റെ സ്വരത്തിൽ ആശങ്കയും സംശയവും നിറഞ്ഞു. അവളുടെ വരവും മട്ടും ഭാവം കണ്ടപ്പോൾ തന്നെ എന്തോ വലിയ പണിയാണെന്ന് അവന് മനസ്സിലായിരുന്നു. ദേ, ഇതൊന്ന് വരച്ചു തരുമോ? കല്ലു കയ്യിൽ നിന്ന് ഡാറ്റ അവന് നേരെ നീട്ടി. അത് വാങ്ങി വായിച്ചു നോക്കിയ ജഗ്ഗുവിന്റെ കണ്ണുകൾ താനേ മിഴിഞ്ഞു വന്നു. ഇതെന്തോന്ന്? ഒന്ന് വരച്ചുകാടാ പ്ലീസ്. കല്ലു കെഞ്ചി നോക്കി. ഒന്ന് പോയടി, ഇവിടെ എനിക്ക് കിട്ടുന്ന പ്ലാൻ വരെ ഞാൻ നാട്ടിനെ കൊണ്ട് അർപ്പിക്കുന്നത്. അപ്പോഴാണ് നിന്റെ ഈ ഹിഡുമ്പൻ പ്ലാൻ എടുത്തോണ്ട് പോയ നീ. അങ്ങനെ പറയില്ലേ ജഗ്ഗു, പ്ലീസ്. ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടല്ലേ. നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പറ്റില്ല. ജാടയാണെന്ന് പറയരുത്, അറിയാത്തോണ്ടാ, സത്യം. കല്ലുവിന്റെ മുഖം മങ്ങി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് നാളെ കൊടുക്കേണ്ടതാ. കല്ലു വിഷമത്തോടെ ആലോചിച്ച് നിന്നു. ഇപ്പൊ ഒരു LED ബൾബ് എത്തി. കല്ലുവിന്റെ തലയിലല്ല, ജഗ്ഗുവിന്റെ തലയിൽ. അവളുടെ പ്രശ്നത്തിലുള്ള ഒരേ ഒരു പരിഹാരം അവരുടെ കുടുംബകലം അവസാനിപ്പിക്കാനുള്ള ഒരു വഴിയുമായി അവനത് കണ്ടെത്തി. നോ, അതൊന്നും പറ്റില്ല. അവന്റെ ഐഡിയ കേട്ട് കല്ലു അലറുകയായിരുന്നു. ബട്ട് വൈ? എന്തുകൊണ്ട് പറ്റില്ല? എന്റെ ഏട്ടനായതുകൊണ്ട് പൊക്കി പറയില്ല. നിനക്കറിയോ, ഈ വീട്ടിലെ ആസ്ഥാന പടം വരക്കാരനാണ് ഏട്ടൻ. ഏട്ടൻ വരക്കാത്ത പ്ലാനുകളില്ല. ഈ വീട്ടിൽ ഇനി നിന്നെ സഹായിക്കാൻ ഏട്ടന് മാത്രമേ പറ്റൂ. വേണമെങ്കിൽ മതി. ജനലടിയിൽ പിടിച്ചിന്ന് വിദൂരത്തിലേക്ക് നോക്കി ഡയലോഗ് പറഞ്ഞിട്ട് ജഗ്ഗു ഇടം കണ്ടിട്ട് കല്ലുവിനെ നോക്കി. ഓ വേണ്ട, അതിലും വേറെ നാളെ മിസ്സിന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കുന്ന. മിഴിച്ചു നിൽക്കുന്ന ജഗ്ഗുവിനെ നോക്കി പൂച്ചിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഡാറ്റ തട്ടിപ്പറിച്ച് തിരിഞ്ഞ കല്ലു വാതിൽപ്പടിയിൽ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന കാശിയെ കണ്ട് വിജൃംഭിച്ചു പോയി. സുഭാഷ് പറഞ്ഞത് മുഴുവൻ കേട്ടു എന്ന് ആ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. അള്ളിയിൽ തന്നെ ഒളിച്ചിടക്കുന്ന കല്ലുവിനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കാന്ന് കാശി. കല്ലു എന്തെങ്കിലും പറഞ്ഞ് എതിർക്കുന്നതിന് മുമ്പേ അവളുടെ കയ്യിൽ നിന്ന് ഡാറ്റ തട്ടിപ്പറിച്ച് വാങ്ങി വെട്ടിത്തിരിഞ്ഞൊരു പോക്ക്.
ഡോ അതെന്റെ ഡാറ്റയാ അതെനിക്ക് താ എന്നും പറഞ്ഞ് കല്ലു പിറകെ ഓടി. കുർല എക്സ്പ്രസ് പോലെ പാഞ്ഞുകൊണ്ട് കാശി സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ അവന്റെ പുറത്തെട്ടിയാണ് നിന്നത്. ഇടിച്ച മൂക്ക് തിരുമുന്ന നേരം കൊണ്ട് പോയി നീ വരച്ചെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് കാശി വീണ്ടും നടന്നു. ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. വരച്ച് കീറിക്കളഞ്ഞ കീറാത്തൊക്കെ പെറുക്കിയെടുത്ത് അവൻ്റെ പുറകെ ചെന്നു. അപ്പോഴേക്കും കാശി റൂമിലെ ടേബിൾ വരയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. കല്ലു കൊണ്ടുവന്ന ഡ്രോയിങ്സ് ഒക്കെ നോക്കിയിട്ട് കാശി അവളെ അടുത്തേക്ക് വിളിച്ച്. സ്വന്തം ആവശ്യമായതുകൊണ്ട് ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? അതറിയാമെങ്കിൽ തന്നെ വരയ്ക്കില്ലേ എന്ന് ചോദിക്കാനാണ് നാവ് ധരിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ അറിയില്ലെന്ന അർത്ഥത്തിൽ തലകുലുക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.